KTM. KTM എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ മുതലുകളാണല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറൊരാളെയാണ്. 1980-കളോടുകൂടിയാണ് KTM എന്ന ബ്രാൻഡിനെ കുറിച്ച് എല്ലാവരും അറിയാൻ തുടങ്ങിയത്. ഇന്ന് ഈ നിലയിൽ KTM ബ്രാൻഡ് വളരാൻ മുഖ്യമായിട്ടൊരു പങ്ക് വഹിച്ച ഒരാൾ നമ്മുടെ ബജാജാണ്. 2013 KTMൽ നിന്ന് 47% ഷെയറാണ് ബജാജ് സ്വന്തമാക്കിയത്. ആദ്യം മോട്ടോർ സൈക്കിൾസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന KTM 2006 ഒരു ട്രാക്ക് റേസ് കാറിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 2008 നടന്ന ജനീവ ഓട്ടോ ഷോയിൽ അവരവരുടെ ആദ്യത്തെ കാർ മോഡൽ ലോഞ്ച് ചെയ്ത്. ഇറ്റ് വാസ് KTM X-Bow. KTM കൊണ്ടുവന്ന ഒരു അൾട്രാലൈറ്റ് സ്പോർട്സ് കാർ തന്നെയായിരുന്നു X-Bow. KTMന് വേണ്ടി ഇതിന് വേണ്ട മോണോക്കോക്ക് ബോഡി നിർമ്മിച്ച് നൽകിയത് ഫോർമുല 3 കാറുകൾക്ക് വേണ്ടി മാത്രം മോണോക്കോക്ക് ബോഡികൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഡള്ളാർ എന്ന ഇറ്റാലിയൻ കാർ കമ്പനിയായിരുന്നു. അപ്പോൾ ഈ ഡള്ളാറിൽ നിന്ന് കിട്ടിയ മോണോക്കോക്ക് ബോഡിനെ KTM നല്ല സ്റ്റൈലിഷ് ലുക്കായിട്ടും നല്ല എയറോഡൈനാമിക്സ് ഉള്ളൊരു ബോഡിയായിട്ട് മോഡിഫൈ ചെയ്തു. നെക്സ്റ്റ് കംസ് ദ എൻജിൻ. അവർക്ക് വേണ്ടത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനായിരുന്നു. അതിനുവേണ്ടി KTM സമീപിച്ചത് ഓഡിയാണ്. ഓഡി അവർക്ക് ഒരു ടർബോ ചാർജായിട്ടുള്ള 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എൻജിനായിരുന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡള്ളാറിൽ നിന്ന് നിർമ്മിച്ച് കിട്ടിയ മോണോക്കോക്ക് ബോഡിയിൽ ഓഡിയുടെ എൻജിൻ വെക്കാനായിട്ട് KTMൻ്റെ എൻജിനീയേഴ്സ് ഒരു അലൂമിനിയം ഫ്രെയിം ഡിസൈൻ ചെയ്ത് എന്നിട്ട് അതെല്ലാം അങ്ങ് ഫിക്സ് ചെയ്തു. ഇതൊരു റിയർ എൻജിൻ റിയർ വീൽ ഡ്രൈവ് കാറാണ് വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. 300 ഹോഴ്സ് പവറും 400 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 217 km/h ആണ്. അതുപോലെ 0 to 100 in just 3.9 seconds. എന്നാൽ KTMന് അറിയാമായിരുന്നു അവരുടെ X-Bow പിടിച്ച് നിൽക്കേണ്ടത് അതേ സെഗ്മെൻറ്റ് ഭരിച്ചുകൊണ്ടിരുന്ന വേറെ 2 മാരക കാർ ബ്രാൻഡുകളോടുകൂടിയായിരുന്നെന്ന്. BSE മോണോ, ഏരിയൽ ആറ്റം. അങ്ങനെ KTM ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അവർ അതിൻ്റെ ബോഡിയിൽ ഡിസൈനിലൊക്കെ ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് അടുത്ത X-Bow R ഇറക്കി. നിർത്തിയില്ല, അവർ വീണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും X-Bow GT ഇറക്കി, X-Bow GT X ഇറക്കി, X-Bow GT XR എന്ന മോഡൽ അവർ ഇറക്കി. ഇതിൽ പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് X-Bow Rഉം X-Bow GT XRഉം ആണ്. 2 വീലർ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കിഷ്ടപ്പെട്ടത് KTMൻ്റെ സൂപ്പർ ഡ്യൂക്കായ 1290 ആണ്. ഇവരുടെ ബൈക്കുകൾ ഒരു തവണ പോലും ഓടിക്കാൻ ആഗ്രഹിക്കാത്ത ആരും നമ്മൾക്കിടയിൽ ഉണ്ടാകത്തില്ല. ഈ KTM എന്ന ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി. അത് ഗ്യാരണ്ടിയാണ്. അതിപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടിൽ ദെൻ സീ യു.